വളരെ വേഗത്തിലാണ്. അധികം വൈകാതെ തന്നെ അത് പൂർത്തീകരിക്കാൻ വലിയൊരു ആശ്വാസമായിരിക്കും. എല്ലാ നിലയിലും നമുക്ക് ഒരാശ്വാസമായിട്ടത് മാറും. ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ സമയബന്ധിതമായി ഇത് പൂർത്തീകരിച്ചു. അതിന് ആർമിന്ന് വലിയ പങ്ക് വഹിച്ചപ്പോൾ ആർമിക്കൊപ്പം മറ്റ് ഫോഴ്സുകളും ഇവിടുത്തെ പരിസരവാസികളും എല്ലാ നിലയിലും സഹകരിച്ചു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്ര വേഗത്തിൽ നമുക്ക് പൂർത്തീകരിക്കാനായത്. അല്ലെങ്കിൽ ഒരു 1-2 ദിവസം കൂടി പിടിക്കുമായിരുന്നു. അപ്പോൾ അതൊരു വലിയ ആശ്വാസമായി. ഇതൊരു സ്ഥിരം പാലമായിട്ട് ഉപയോഗിക്കാം. പുതിയ പാലം അറിയാം. ഇപ്പോൾ ശബരിമലയിലൊക്കെ ഇതുപോലെയുണ്ട്. പലയിടത്തും പാലങ്ങൾ അതവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ നിലയിലും ഉപകാരപ്രദമായിട്ട് മാറും. എന്തായാലും ഇത് ഏറെ ആശ്വാസകരമായ നിലയാണ്. യെസ്. ഇപ്പോൾ മുണ്ടക്കൈയെ സംബന്ധിച്ച് ഇനിയും അവിടെ നിന്ന് ബോഡികൾ കിട്ടാനുണ്ട് എന്നുള്ളതാണ് ദുഃഖകരമായ സത്യം. ഇന്നലെ 15 ഇറ്റാച്ചുകൾ രാത്രി അവിടെ എത്തിയിരുന്നു. ഇന്ന് കൂടുതൽ യന്ത്രങ്ങൾ എത്തിയിട്ടുണ്ട്. ഉദ്ദേശിക്കുന്നത് പോലെ ഈ ദൗത്യം പുരോഗമിക്കുന്നുണ്ടോ? ഉദ്ദേശിക്കുന്ന പോലെ പുരോഗമിക്കുന്നുണ്ട്. കാലാവസ്ഥ പ്രതികൂലമായ ചെറിയ പ്രശ്നമായിരുന്നു. എന്നാലും ഇറ്റാച്ചി ആയാലും ഞങ്ങൾ ആവശ്യമുള്ള എല്ലാ സാമഗ്രികളും യഥാസമയം എത്തിക്കാനായി എന്നുള്ളതാണ്. അതിനെ ഏൽപ്പിച്ച് ഉത്തരവാദിത്തം ഏറ്റെടുത്ത ഓരോ വകുപ്പും അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരും നല്ല നിലയിൽ അത് നിർവഹിച്ചു. അപ്പോൾ ഇനിയിപ്പോൾ നമ്മുടെ മുമ്പിലുള്ള പ്രധാനപ്പെട്ട ഒരു കടമ്പ നമ്മുടെ ഈ ദുഃഖകരമായ അവസ്ഥയിൽ നാം തേടിയെത്തുന്ന മൃതദേഹങ്ങളാണ്. അപ്പോൾ പല ആശുപത്രി പോയാലും ക്യാമ്പ് പോയാലും ഒക്കെ തന്നെ അവർ വാവിട്ട് കരയുകയാണ്. കയ്യും കാലും ഒടിഞ്ഞവരുണ്ട്. പക്ഷെ അവർക്ക് അതല്ല വേദന, അവരുടെ കൂടപ്പിറപ്പുകളെ കാണാനില്ല. അങ്ങനെയുള്ളൊരു വലിയ ലിസ്റ്റുണ്ട്. അപ്പോൾ മൃതദേഹങ്ങൾ എത്രയും വേഗം പരമാവധി സാധ്യമാകുന്ന നിലയിൽ കണ്ടെത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ അതിനെ ഫോക്കസ് ചെയ്തിട്ടാണ് ഇന്നിപ്പോൾ CM നേരിട്ട് ഇവിടെ സന്ദർശിക്കുകയുണ്ടായി. അടുത്ത ദിവസങ്ങളിലൊക്കെ ഉള്ള ഒരു ആക്ഷൻ പ്ലാൻ ഇതിൽ നിന്ന് വ്യത്യസ്തമായ എന്തെങ്കിലും ഉണ്ടോ? ഞങ്ങൾ ഇപ്പോൾ ഇവിടെ ക്യാമ്പ് ചെയ്തിട്ടാണ് കാര്യങ്ങൾ ആലോചിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. ഇപ്പോൾ മുമ്പിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഈ മൃതദേഹങ്ങൾ കണ്ടെത്തുക. 2 ക്യാമ്പാണ്. ക്യാമ്പിൽ വല്ലാത്ത മാനസിക പ്രയാസം, ശാരീരിക പ്രശ്നങ്ങൾ ആയി ആശുപത്രിയിൽ കിടക്കുന്നവരും കടുത്ത മെൻ്റൽ ട്രോമയാണ്, വലിയ നിലയാണ്. അപ്പോൾ അവർക്ക് തുടർച്ചയായ കൗൺസിലിംഗ് നൽകേണ്ടതുണ്ട്. അതുപോലെ തന്നെ അവർക്ക് മറ്റ് ആവശ്യങ്ങൾ നൽകേണ്ടത്. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പഠിപ്പ് വളരെ പ്രധാനമാണ്. മുഹമ്മദ് റിയാസ് സംസാരിക്കുന്നതാണ് നമ്മൾ കേൾക്കുന്നത്.